ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡിറേക്ക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കളക്ഷൻ ഫ്രെയിംവർക്കിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിനു മുൻപ് ഞാൻ കളക്ഷൻസിന്റെ ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കുറെ പേര് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കളക്ഷൻസിന്റെ ഇൻട്രൊഡക്ടറി വീഡിയോയ്ക്കകത്ത് ഞാൻ ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു പാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കാണാം, ലിങ്ക് ഐ ബട്ടണിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെക്കൻഡ് പാർട്ട്, അതായത് കളക്ഷൻസും അറേസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഇതുകൂടി നമ്മൾ തീർച്ചയായും കളക്ഷൻസിനെ ബേസ് ചെയ്ത് അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് അറേ എന്താണെന്ന് അറിയാം അല്ലെ? അറേയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഡേറ്റ സേവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അറേ യൂസ് ചെയ്യുന്നത്. കളക്ഷൻസിലാണെങ്കിലും നമുക്ക് മൾട്ടിപ്പിൾ ഡേറ്റ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ രണ്ടിലും പറ്റും. അപ്പോൾ അറേസ് ഓൾറെഡി ഉണ്ട്, പിന്നെ എന്തിനാണ് കളക്ഷൻ അല്ലെ? അതായത് നമുക്ക് ഓൾറെഡി അറേസ് ഉണ്ട്, നമുക്ക് കളക്ഷന്റെ ഒരു നീഡ് എന്താണ്, അല്ലെങ്കിൽ ഈ അറേസിന്റെ എന്ത് പോരായ്മ കാരണമാണ് നമ്മൾ കളക്ഷൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിനൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് ഇതിന്റെ ഡിഫറൻസിന്റെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറേസിന് പ്രിമിറ്റീവും നോൺ പ്രിമിറ്റീവ് ഡേറ്റയും സേവ് ചെയ്യാൻ പറ്റും. അറേസ് ക്യാൻ സ്റ്റോർ പ്രിമിറ്റീവ് ആൻഡ് നോൺ പ്രിമിറ്റീവ് ടൈപ്സ് ഓഫ് ഡേറ്റ. ബട്ട് കളക്ഷൻ ഫ്രെയിംവർക്കിനാണെങ്കിൽ നോൺ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് ഡേറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രിമിറ്റീവും നോൺ പ്രിമിറ്റീവും കുറച്ച് പേർക്കെങ്കിലും അറിയില്ലായിരിക്കും. അതായത് ഞാൻ എന്റെ കളക്ഷൻസ് ഫസ്റ്റ് വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. പ്രിമിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡേറ്റ ടൈപ്സിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പും നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പും. പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ആണ് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന, ഈ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന 8 എണ്ണം. നമുക്ക് ടോട്ടൽ 8 പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ആണുള്ളത്. ബൈറ്റ്, ഷോർട്ട്, ഇന്റ്, ലോങ്, ഫ്ലോട്ട്, ഇതെല്ലാം പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ആണ്. നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് സ്ട്രിങ്, അറേ, ലിസ്റ്റ്, സെറ്റ്, ഇതൊക്കെ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പ്രിമിറ്റീവും നോൺ പ്രിമിറ്റീവും ഹാൻഡിൽ ചെയ്യാൻ അറേക്ക് പറ്റും. പക്ഷെ കളക്ഷനിന് നോൺ പ്രിമിറ്റീവിനെ മാത്രമേ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ പ്രിമിറ്റീവിനകത്ത് ഞാനിപ്പോ ഇന്റ് എടുക്കുകയാണ്. നമ്മളൊരു ഇന്റിജർ അറേ ആണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാ ചെയ്യുക? ഇന്റ് കൊടുക്കും, ഓപ്പണിംഗ് ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കും അല്ലെ? അറേക്ക് ഒരു പേര് കൊടുക്കും. എന്നിട്ടിപ്പോ ഇന്റിജർ അറേ അല്ലേ, അപ്പൊ ഞാൻ കുറച്ച് ഇന്റിജർ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇങ്ങനെയാണ് ഒരു ഇന്റിജർ അറേക്കകത്ത് നമ്മൾ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്, ശരിയല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതെങ്ങനെയാണ് സേവ് ആവുന്നത്? അതായത് നമ്മുടെ മെമ്മറി ലൊക്കേഷനിൽ ഇങ്ങനെ 3 സ്പേസ് അലോക്കേറ്റ് ആവും. ഇതിന്റെ അകത്ത് 10, 20, 30 ഇങ്ങനെ അലോക്കേറ്റ് ആവും. ഫസ്റ്റ് ഇമേജ് ആണ് നോക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഒരു ഇന്റിജർ അറേയുടെ അലോക്കേഷൻ നടക്കുക. ഓക്കെ, അപ്പൊ ഇന്റിജർ അറേയുടെ മനസ്സിലായല്ലോ. ഇനിയിപ്പോ നിങ്ങൾ ക്യാരക്ടറോ അല്ലെങ്കിൽ ഡബിളോ എന്ത് കൊടുക്കുമ്പോഴും നമ്മളിവിടെ ഡേറ്റ ടൈപ്പ് മാറ്റി കൊടുക്കും അല്ലെ? എന്നിട്ട് എന്ത് എലമെന്റ് വേണോ അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. ഇത് അങ്ങനെയായിരിക്കും സേവ് ആവുന്നത്. ഈ നോൺ പ്രിമിറ്റീവ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കളക്ഷൻ ഫ്രെയിംവർക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും സേവ് ചെയ്യുന്നത്. നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താലും, ഇന്റിജർ ആയിക്കോട്ടെ ക്യാരക്ടർ ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് ഒബ്ജക്റ്റ് ആയിട്ടേ അതിന് സേവ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ ടെസ്റ്റ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? നമ്മൾ ക്ലാസ് നെയിം കൊടുത്തു അല്ലെ? എന്നിട്ട് obj1 ന്യൂ ക്ലാസ് നെയിം കൊടുത്തു അല്ലെ? ഇങ്ങനെയാണ് ടെസ്റ്റ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോ കുറച്ച് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ ടെസ്റ്റ് ക്ലാസിന്റെ തന്നെ ഞാൻ ഒരു 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ obj2 കൊടുത്തു, ഇവിടെ obj3. ഈ ടെസ്റ്റ് ക്ലാസിന്റെ 3 ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു കൊടുത്തു. ഇനിയിപ്പോ ഈ ഒബ്ജക്റ്റുകളുടെ ഒരു അറേ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ മുകളിൽ എന്താണ് ചെയ്തത്? ഇന്റിജറിന്റെ അറേയാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഡേറ്റ ടൈപ്പ് നമ്മൾ ഇന്റ് കൊടുക്കും, ശരിയല്ലേ? ഇനി ഒബ്ജക്റ്റുകളുടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഡേറ്റ ടൈപ്പ് കൊടുക്കും? നമുക്കപ്പോ ഇന്റിജർ ക്യാർ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഒബ്ജക്റ്റ് ഏതിന്റെ ആണ് ഉണ്ടാക്കിയത്, ആ ക്ലാസ് ടൈപ്പിന്റെ തന്നെ നമുക്ക് ഈ ടെസ്റ്റ് ക്ലാസിന്റെ തന്നെ ഒരു അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 3 ഒബ്ജക്റ്റ് ഉണ്ടാക്കിയത് ഏത് ക്ലാസിന്റെ ആണ്? ടെസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസിന്റെ ആണ് അല്ലെ? അപ്പൊ ഈ ഒബ്ജക്റ്റുകൾ നമുക്ക് ഒരു അറേ പോലെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒബ്ജക്റ്റുകളുടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ ടൈപ്പ് ഒക്കെ എന്താണ് കൊടുക്കുക? നമ്മുടെ ക്ലാസിന്റെ ടൈപ്പ് തന്നെ ആയിരിക്കും കൊടുക്കുക, ശരിയല്ലേ? അപ്പൊ നമ്മളിവിടെ ടെസ്റ്റ് കൊടുത്തു, എന്നിട്ട് സാധാ പോലെ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കുക, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ സാധാ ഇൻസേർട്ട് ചെയ്യുന്നതാണോ obj1,
obj2 obj2 ഇങ്ങനെ കൊടുക്കും. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മളൊരു അറേ ഓഫ് ഒബ്ജക്ട്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡേറ്റ ടൈപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ ആ ക്ലാസിന്റെ ടൈപ്പ് തന്നെയായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റോർ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറേക്കകത്ത് ഇതിങ്ങനെ ഓരോ എൻറ്റിറ്റി പോലെ ഇങ്ങനെ സേവ് ആവും. ഇതിൻ്റെ അകത്ത് ഓരോ ഒബ്ജക്റ്റ് 1 ഒബ്ജക്റ്റ്. ഓക്കെ. അപ്പൊ കളക്ഷൻസിനകത്ത് ഒബ്ജക്റ്റുകളായിട്ട് എന്താണ് സേവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അറേ ലിസ്റ്റ്. ഓക്കെ. ഞാനിവിടെ ഒരു അറേ ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യാണ്. അറേ ലിസ്റ്റ് AL ഈക്വൽ ടു ന്യൂ അറേ ലിസ്റ്റ്. ഇവിടെ എറർ കാണിക്കുന്നത് ഇത് ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അറേ ലിസ്റ്റ് ഞാൻ ഇമ്പോർട്ട് ചെയ്തു. ഈ അറേ ലിസ്റ്റിന്റെ അകത്തോണ്ട് ഞാൻ എലമെന്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കളക്ഷൻസിനകത്ത് ഏതെടുത്തു കഴിഞ്ഞാലും, അതായത് ഈ അറേ ലിസ്റ്റ് സെറ്റ് ഇതെല്ലാം കളക്ഷൻസിനകത്ത് വരുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ഇൻഡിജർ ആയിക്കോട്ടെ, ഡബിൾ ആയിക്കോട്ടെ, ക്യാരക്ടർ ആയിക്കോട്ടെ, എന്ത് നമ്മൾ സേവ് ചെയ്യാൻ നോക്കിയാലും അത് ഒബ്ജക്റ്റ് ആയിട്ടേ സേവ് ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനകത്ത് എലമെന്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് ഇൻബിൽഡ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ഡോട്ട് ആഡ് എന്ന് കൊടുത്താൽ മതി. ഇതാ ആഡ് എന്ന് കിടക്കുന്നുണ്ടോ. അപ്പൊ നിങ്ങൾ ഈ ആഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ മെത്തേഡ് വരും. അതിന്റെ അകത്ത് ഈ പാരാമീറ്റർ കാണിച്ചിരിക്കുന്നുണ്ടോ, ഒബ്ജക്റ്റ് ഇ. അതായത് നമ്മൾ എന്ത് ആഡ് ചെയ്താലും അത് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഇന്റിജർ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്റിജർ ടൈപ്പ് എടുക്കാവുന്ന ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇന്റിജറിനോ ക്യാറിനോ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈ ആഡ് ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്താലും അത് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും സേവ് ആവുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഞാനിവിടെ ആഡ് കൊടുത്തു, എന്നിട്ട് 10 കൊടുത്തു. നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം, അതിന് തെറ്റൊന്നുമില്ല. ഒബ്ജക്റ്റ് ആയിട്ടേ സേവ് ആവത്തുള്ളൂ എന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ. ഇനി ഇവിടെ വേണമെങ്കിൽ എനിക്ക് ഡബിൾ കൊടുക്കാം. ഈ ആഡ് ഫംഗ്ഷൻ്റെ അകത്ത് ഞാനൊരു ഡബിൾ കൊടുക്കുകയാണ്. അതും വന്നു. ഓക്കെ. ഇനി ഇതിന്റെ അകത്തോട്ട് എനിക്കൊരു ഒബ്ജക്റ്റ് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ AL ഡോട്ട് ആഡോ OBJ, ഞാൻ ഓൾറെഡി OBJ1 OBJ2 OBJ3 ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാണ്. ഇതാ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമ്മൾ കളക്ഷൻസിന്റെ അകത്ത് നോൺ പ്രിമിറ്റീവ്സേ പറ്റത്തുള്ളൂ. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താലും അത് ഒബ്ജക്റ്റ് ആയിട്ടേ സേവ് ആവത്തുള്ളൂ. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് ഡിഫറൻസ് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ അറേസിൽ പ്രിമിറ്റീവും നോൺ പ്രിമിറ്റീവും പറ്റും, കളക്ഷൻസിൽ നോൺ പ്രിമിറ്റീവേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഫസ്റ്റ് പോയിന്റ് വെച്ച് ഏതാണ് ബെറ്റർ, അറേ ആണോ കളക്ഷൻ ആണോ? തീർച്ചയായും അറേ ആണ് ബെറ്റർ. കാരണം അറേസിൽ രണ്ടും പറ്റും, ഇതിനകത്ത് ഒരു ടൈപ്പേ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിന് എന്താണ് ഇതിന്റെ ഡിഫറൻസ്, ഇത് എന്തുകൊണ്ടാണ് ഒബ്ജക്റ്റുകളായിട്ട് സേവ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ എക്സാമ്പിൾ അറേ ലിസ്റ്റ് വെച്ചിട്ട് കാണിച്ചത്. ഓക്കെ. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോർ ഹോമോജീനിയസ് ഡേറ്റ. അറേസിന് ഹോമോജീനിയസ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഹോമോജീനിയസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരേ ടൈപ്പിലുള്ള ഡേറ്റ മാത്രമേ അറേസിന് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഹോമോ എന്ന് വെച്ചാൽ സെയിം ടൈപ്പ്. കളക്ഷൻ ഫ്രെയിം വർക്കിനാണെങ്കിൽ സ്റ്റോർ ഹെട്രോജീനിയസ് ഡേറ്റ. അതായത് അറേക്കകത്ത് നമുക്ക് ഒരേ ടൈപ്പിലെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും, കളക്ഷൻസിനകത്ത് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ച എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ മതി. ഹോമോജീനിയസ് എന്ന് വെച്ചാൽ ഒരേ ടൈപ്പ്. എനിക്കിപ്പോ ഇവിടെ നമ്മളൊരു ഇന്റിജർ അറേ അല്ലേ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇന്റിജർ ആയിട്ടുള്ള എലിമെന്റ്സ് മാത്രമേ ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂ. ഇവിടെ കോമ ഇട്ടിട്ട് ഞാനിപ്പോ ഒരു ഡബിൾ എലിമെന്റ് കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ ഇറങ്ങും. മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് എന്ത് ടൈപ്പിലാണോ ഡിക്ലെയർ ചെയ്യുന്നത് ആ ടൈപ്പിലുള്ള എലിമെന്റ് മാത്രമേ അറേസിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഡബിൾ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഡബിളോ അല്ലെങ്കിൽ ഫ്ലോട്ടോ ആയിരിക്കും. മനസ്സിലായല്ലോ. ഹോമോജീനസ് മാത്രമേ അറേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ കളക്ഷൻസിലാവുമ്പോൾ ഹെട്രോജീനസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡേറ്റ പറ്റും. ഇതാ ഞാൻ ഇവിടെ അറേ ലിസ്റ്റിന്റെ എക്സാമ്പിൾ കാണിച്ചല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അറേ ലിസ്റ്റിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തപ്പോൾ 10 എന്ന് പറയുന്ന ഒരു ഇന്റീജർ ആണ്. ഇത് രണ്ടാമത് ഞാനൊരു ഡബിൾ ആണ്, മൂന്നാമത് ഞാനൊരു ഒബ്ജക്റ്റ് ആണ് കൊടുത്തത്. അങ്ങനെ ഏത് ടൈപ്പ് ഡേറ്റ വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എന്ത് കൊടുത്താലും അത് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും സേവ് ചെയ്യുന്നത്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. ഇനി ഇപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ അറേ സൈസ് ഫിക്സഡ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് റൺ ടൈമിൽ അത് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ പറ്റില്ല. പക്ഷെ കളക്ഷൻസ് ആകുമ്പോൾ നമുക്ക് റൺ ടൈമിൽ അത് ഇൻക്രീസോ ഡിക്രീസോ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, ഇവിടെ ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ഇന്റിജർ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് റൺ ടൈമിൽ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ അറേ ലിസ്റ്റ് ആകുമ്പോൾ ഇതിനകത്ത് നമ്മൾ സൈസ് ഒന്നും പറഞ്ഞിട്ടില്ല. എത്ര എലമെന്റ് വേണമെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്യോ എലമെന്റ് റിമൂവ് ചെയ്യോ ഒക്കെ ചെയ്യാം. അത് ഒരു വിഷയമല്ല. ഓക്കെ. അപ്പൊ കളക്ഷൻസിന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് അറേ ലിസ്റ്റ്. അത് കൂടാതെ ഒരുപാട് എണ്ണം ഉണ്ട്. ഞാനിപ്പോ ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി അറേ ലിസ്റ്റ് മാത്രം എടുത്തതേ ഉള്ളൂ. ഓക്കെ. ഇനി നാലാമത്തെ പോയിന്റ്,
നാലാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറേയിൽ എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിലും, അതായത് ഇപ്പോൾ അറേക്കകത്ത് എലമെന്റ് ഇൻസേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അറേയിൽ നിന്ന് എലമെന്റ് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അറേയിൽ നിന്ന് ഒരു എലമെന്റ് സെർച്ച് ചെയ്യണം, അതൊക്കെ വേണമെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള അൽഗോരിതംസ് നമ്മൾ എഴുതി ഉണ്ടാക്കണം അല്ലെ. അതായത് ഇപ്പൊ സെർച്ചിങ് അൽഗോരിതം, സോർട്ടിങ് അൽഗോരിതം, പല ടൈപ്പിലുള്ള സോർട്ടിങ് അൽഗോരിതം ഉണ്ട്, സെർച്ചിങ് അൽഗോരിതം ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ കളക്ഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് പ്രീ ഡിഫൈൻഡ് മെത്തേഡ്സ് ഉണ്ട്, ഇൻസേർട്ടിനും ഡിലീറ്റിനും ഒക്കെ. ടൈപ്പ് ചെയ്ത് കണ്ടോ, ഈ നമുക്കൊരു എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ ആഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചാൽ മതി. അതുപോലെ ഇപ്പൊ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവ്, നമ്മൾ ആ ഇൻഡെക്സ് പറഞ്ഞു കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക് ആയിട്ട് റിമൂവ് ചെയ്യും. അതുപോലെ എന്ത് ഫംഗ്ഷൻ നമുക്ക് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിലും കളക്ഷനിലാവുമ്പോൾ അതിന് ഇൻബിൽഡ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ കളക്ഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഒരു API ആണ്. അത് കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലാസും ഇന്റർഫേസും മെത്തേഡ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മെത്തേഡിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ ആഡ്, റിമൂവ്. മനസ്സിലായല്ലോ. ഇത്രയാണ് അറേയും കളക്ഷൻസും തമ്മിലുള്ള ഡിഫറൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.